ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലൈറ്റ് സൂര്യപ്രകാശത്തിൻ്റെ ഇതുണ്ട്, ചിലപ്പോൾ ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാവും. അത് കുഴപ്പമില്ല, വചനത്തിന് ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചൻ ചെത്തിപ്പുഴ കൺവെൻഷനിൽ 2 ദിവസം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സാധിക്കുന്നവരെല്ലാം ആ ചെത്തിപ്പുഴ കൺവെൻഷനിൽ പോകുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ തരാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് നമുക്ക് ശരിക്കും ഈശോയോട് ഐക്യപ്പെട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കും. നമുക്കറിയാം, പല വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധി അപകടം ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ വിശുദ്ധർ അവിടെ ചെല്ലുകയാണ്. വിശുദ്ധ പാതിരപ്പേ ബൈലൊക്കേഷനുള്ള വിശുദ്ധൻ അല്ലെ, ബൈലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക അല്ലേ. അങ്ങനെയുള്ള വിശുദ്ധന്മാർ ഒരുപാട് പേരങ്ങനെ സഭയിലുണ്ട്. അതെങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കും, ഇതെങ്ങനെയാണ് അറിയുന്നത്? അതിന് കാരണം ഇതാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. കേട്ടെ, ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അല്ലേ. ബൈബിളിൽ ചില പ്രവാചകന്മാരുടെ അടുത്ത് പുറത്തൊരാൾ വന്നിരിക്കുമ്പോൾ തന്നെ ഇതാ ഇന്നയാൾ വന്നിട്ടുണ്ട് എന്നിവിടെ ജ്ഞാനത്തിനുള്ളിരുന്ന് മനസ്സിലാക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ഇതെല്ലാം ഇപ്പോൾ വലിയ ഇതിന് മുകളിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കും. അതിന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിനെ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്കതറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ശരിക്കും നമ്മളത് ഈശോയോട് ഫുള്ളങ്ങ് ഐക്യപ്പെടണം. അങ്ങനെയാണ് നമ്മുടെ മക്കൾ ദൂരദേശത്താണ്, അവർക്കൊരു എന്താ പറയണത്, ഒരു എന്തെങ്കിലും ഒരു തിന്മയോ ചായവോ ഒക്കെ പോകുമ്പോൾ ഉള്ളിൽ മാതാക്കന്മാർ കൃപയിലാണെങ്കിൽ അത് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഉയർത്തണം അല്ലേ. അപ്പോൾ അങ്ങനെ ശരിക്കും കർത്താവിനോട് ഐക്യപ്പെട്ട് ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കുന്നൊരു അഭിഷേകം നിങ്ങൾക്കുണ്ട്. ഈശോ അത് കൂടുതൽ തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.